ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. കേരളത്തിലെ പെൺകുട്ടികളുടെ ഒരു ട്രെൻഡാണ് ഇപ്പം അത്. ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് അഡിക്റ്റുകളാണ്. വിവാഹം വേണ്ടാന്ന് തീരുമാനിക്കുക. എന്തേ കാര്യം? വിവാഹമൊക്കെ ആകുമ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. ഇത് അവർക്ക് ആടണം, പാടണം, പറക്കണം, ചേക്കേറണം, പണം സ്വരൂകൂട്ടണം. അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണം. ലഹരിയുടെ മായാലോകത്ത് അവർക്ക് ചുറ്റിക്കറങ്ങണം, സങ്കല്പ ലോകത്ത് വിരാജിക്കണം. ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. ആക്ഷേപിക്കാനല്ലത് പറയുന്നത്. എൻ്റെ മുമ്പിൽ മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായ രക്ഷിതാക്കളുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരുണ്ട്. എങ്ങനെയാവണം നമ്മുടെ മക്കൾ, അതിലേറെ എങ്ങനെയാവരുത് നമ്മുടെ മക്കൾ എന്നത് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിരന്തരമായി അവരുടെ പിറകെ കൂടേണ്ടതുണ്ട്. അവരുമായുള്ള ബന്ധം നമ്മൾ ഊട്ടി വളർത്തേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചില അലസതകളുണ്ട്, നമ്മളതിന് ന്യായം പറയും. അവനെ 5 വരെ മദ്രസക്ക് വിട്ടില്ലേ, 7ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചില്ലേ, ഇനി അവനായി അവൻ്റെ പാടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അർഹതയില്ലെന്ന് മനസ്സിലാക്കണം. സയ്യിദ്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ്. ഫിഖ്ഹ് അറിയുന്ന വലിയ 4 പണ്ഡിതന്മാർ, 4 അബ്ദുള്ളമാർ ചരിത്രത്തിലുണ്ട്. അതിൽ ശ്രദ്ധേയനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു